നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. വളരെ കുറച്ച് സ്ഥലമുള്ള ആളുകൾക്ക് ഒരു അടുക്കളത്തോട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. ഇത് കണ്ട 2 മാസങ്ങൾക്ക് മുൻപ് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയപ്പോൾ ഇതുപോലെ മുളകൊക്കെ 2 മാസം കൊണ്ട് ഇത്രയും വലിപ്പമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതെ, മുളക് ചീനി പൂവിടാറായിട്ടുണ്ട്. മുളക് ചീനി മാത്രമല്ല, ഇവിടെ നട്ടിരിക്കുന്ന ചെടികളെല്ലാം 2 മാസം പ്രായമുള്ളതായതുകൊണ്ടും എന്നാൽ ചെറിയ ചെടികൾ ഉള്ളതുകൊണ്ടും വളരെ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കറിക്കടലയാണ്, പൂവിടാറായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഇനം തക്കാളികളുണ്ട്. ഇത് ഹൈബ്രിഡ് തക്കാളിയാണ്, പൂവിടാറായിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നത് കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം പോലും സമയമില്ലാത്ത ഒരാൾ കിട്ടുന്ന സമയം കൊണ്ട് കൃത്യമായി ഇതുപോലുള്ള ജോലികൾ ചെയ്ത് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് പരിപാലിച്ചു വരുന്ന ഒരു ബീൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബീൻസ് വള്ളികൾ എല്ലാം പന്തലേക്ക് കയറി നിൽക്കുകയാണ്. ഉടനെ തന്നെ പൂവിടും, കായ്ക്കും. പലയിനം ബീൻസാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഒരിനം മാത്രമല്ല. ഇത് മൊത്തത്തിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. അതിന് കൃത്യമായ വളവും പരിപാലനവും കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ ആണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, ഒരു ഓറഞ്ച് ചെടിയാണ്. ഓറഞ്ച് സമൃദ്ധിയായി കായ്ക്കുന്ന ഈ ചെടി വലിപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടതാണ് ഇത് പനിക്കൂർക്കയാണ്. ഈ പനിക്കൂർക്ക കണ്ടോ ഒരുപാട് വലുതായിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പനിക്കൂർക്കയുണ്ട്, ഓറഞ്ചുണ്ട്, ബീൻസുണ്ട്, തക്കാളി 3-4 ഇനമുണ്ട്. അങ്ങനെ വിവിധ ഇനം പച്ചക്കറികൾ കൊണ്ട് സമൃദ്ധമായ ഈ തിരുമുറ്റം ഒന്ന് കാണേണ്ടതല്ലേ. ഇത് കണ്ടോ, കറിവേപ്പില. നമ്മൾ ആദ്യം കണ്ടപ്പോൾ കുഞ്ഞല്ലായിരുന്നോ, ഇപ്പോൾ ഒരു വലിയ കറിവേപ്പിലയോട് സമമല്ല എങ്കിലും വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. തക്കാളി പലതിനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പല ഇനം തക്കാളികൾ ആണ് ഇവിടെ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തക്കാളിക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ആ ഡിമാൻഡ് ആയതുകൊണ്ടാണ് തക്കാളി ഇങ്ങനെ കൂടുതലായിട്ട് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് വേറൊരു തരം തക്കാളിയാണ്. അങ്ങനെ വിവിധ ഇനം പച്ചക്കറികളുടെ സമൃദ്ധമായ ഒരു തിരുമുറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.